അപ്പൊ എങ്ങനെ 5 അക്ഷരമുള്ള വിദ്യാഭ്യാസമാണ് എനിക്കുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ വിദ്യാഭ്യാസം കുറഞ്ഞു പോയെന്നുള്ള തോന്നലൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന അക്ഷരങ്ങൾ മാത്രമേ അതിൻ്റെ മുന്നോട്ട് പഠിക്കണുള്ളൂ. അതിനപ്പുറത്തേക്ക് ആരും ഒരു അക്ഷരം കണ്ടുപിടിച്ചേട്ടെ എനിക്കറിയാൻ പാടില്ല കേട്ടോ. അത് കാരണം കൊണ്ട് ഈ പഠിക്കുമ്പോഴത്തേക്ക് നീ വെച്ച് തന്നെ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ ഞാനൊരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ്. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ. ഞാൻ മുട്ടിക്കൊണ്ടേയിരുന്നു, ആരും തുറന്നില്ല. അവസാനം എനിക്കും കിട്ടിയൊരു ജോലി കേട്ടോ. ഒരു പമ്പിന്റെ വാതിൽ എനിക്ക് വേണ്ടി തുറന്നു. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അല്ലേ, പമ്പിന് എവിടെ വാതിലെന്ന്? അതൊക്കെ ഉണ്ട്, എൻ്റെ പമ്പിന് വാതിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെന്നു, പമ്പിലെത്തി. പിറ്റേന്ന് ഞാനുണ്ടല്ലോ ജോലിക്ക് പോവാണ്. പട്ടുസാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് ടാറ്റയുടെ കമ്പനിയിലെ മാനേജറായിട്ട് ജോലി കിട്ടിയ പദവിയിലാണ് ഞാൻ പിറ്റേന്ന് ജോലിക്ക് പോയത്. കാരണം എനിക്ക് അത്ര സന്തോഷമായിരുന്നതേ. ഞാൻ അവിടെ ചെന്നു, മാനേജർ എനിക്ക് ജോലിയൊക്കെ പറഞ്ഞു തന്നു. കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ആ ജോലിയൊക്കെ പഠിച്ചെടുത്ത്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ആ പമ്പും എന്നെ ഒന്നും കാണാൻ പാടില്ലാത്തല്ലോ പുരുഷാരം വന്നങ്ങ് നിറഞ്ഞ്. എന്താ കാര്യം? ഒരു പെണ്ണ് പെട്രോൾ അടിക്കാൻ നിൽക്കുകയാണ്, വരാതിരിക്കുവോ ആൾക്കാര്? ഞാൻ നോക്കുമ്പോഴത്തേക്കിനുണ്ടല്ലോ, പിന്നീട് ഞാൻ എന്താ അറിഞ്ഞെന്നറിയാമോ? വണ്ടി ഇല്ലാത്തവര് അടുത്ത വീട്ടിലെ വണ്ടി വരെ എടുത്തോണ്ടൊന്ന് പെട്രോൾ അടിച്ച് കൊടുത്തുന്നാ ഞാൻ കേട്ടത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല സെയിലുണ്ടായിരുന്നു പമ്പില്. മാനേജറുടെ മനസ്സിലൊരു ലഡു പൊട്ടി. മാനേജർ പിറ്റേന്ന് തന്നെ എവിടുന്ന 2 പെണ്ണുങ്ങളും കൂടെ തപ്പിക്കൊണ്ട് വന്നു. എനിക്ക് സന്തോഷമായി, കാരണം ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ, 2 പേരും കൂടെ ആയല്ലോ. ഞങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഒരു ചേട്ടൻ രാവിലെ വന്നു പെട്രോൾ അടിക്കാൻ. ഈ ചേട്ടനെ എൻ്റെ ഈ മുഖത്ത് നോക്കിയിട്ട് എന്നോട് പറയുക, സുന്ദരിയായിരിക്കുന്നെന്ന്. ഞാൻ പറയട്ടെ, എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ആദ്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരാളെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നിയത് അങ്ങേരെയാ. പക്ഷെ ഞാൻ ചെയ്തില്ല. എന്താ കാരണം? ഞാൻ ഈ ചേട്ടനെ ഒരു പ്രാവശ്യം കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്ന 100-150 ചേട്ടന്മാരെ എന്നെ കെട്ടിപ്പിടിക്കും. അവസാനം മാനേജർ എന്നോട് പെട്ടിയും കിടക്കെ എടുത്തോളാൻ പറയും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അവിടെ നിന്നു. വൺസ് അപ്പോൺ എ ടൈം സീസൺ 4-ലെ പുതുപുത്തൻ എപ്പിസോഡുകൾ മറക്കാതെ കാണാനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.